നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുമെങ്കിൽ പോലും ഒരുപക്ഷെ ദൂരദേശവാസം വേണ്ടിവരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഈ വിദ്യാലയത്തിൽ താമസിച്ചും കൊണ്ട് ക്യാമ്പസിൽ താമസിച്ചും കൊണ്ട് പഠിക്കാനുള്ളൊരവസരം സ്വല്പം അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന് പല വിദ്യാർത്ഥികൾക്കും തോന്നലുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമായി തീരുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയം വേണ്ട വിധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുക, മറ്റുള്ള ചിന്തകളെല്ലാം ഒഴിവാക്കി ഇതിന് തന്നെ ഗഹനമായിട്ട് പഠിക്കാൻ തക്കവണ്ണമുള്ളൊരു അങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുക തന്നെയായിരിക്കും വിദ്യാർത്ഥികൾ നന്നാവുക. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് സ്വല്പം സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളായതുകൊണ്ട് പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് പിന്മാറി മറ്റൊരാൾ പണം മുതൽ മുടക്കുന്നതിൻ്റെ പ്രസ്ഥാനം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കാൻ തക്കവണ്ണം തയ്യാറാകുവാനും അങ്ങനെയുള്ളൊരു ജോലിക്ക് തയ്യാറാകുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ സ്വന്തമായി വ്യാപാരം നടത്തിയവർക്ക് പോലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രതീക്ഷിച്ച പോലെ സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരിപ്പൊന്നും ഇല്ലാത്തതിനാൽ നിലവിലുള്ളത് പോലും വിൽപ്പന ചെയ്ത് അല്ലെങ്കിൽ അത് ഒഴിവാക്കി ആത്മാർത്ഥ സുഹൃത്ത് നടത്തി വരുന്ന തത്തുല്യമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം പോലും സ്വീകരിക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും, ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്ന പലർക്കും ജോലി നഷ്ടപ്പെടും എന്ന സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും ജൂൺ മാസത്തിൽ തന്നെ ഏകദേശം തത്തുല്യമായിട്ടുള്ളൊരു പദവിയോട് കൂടിയതായിട്ടുള്ള ജോലി കിട്ടും. ഒരു പക്ഷേ കുറച്ച് ചുമതലകൾ വർദ്ധിക്കും. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഒരു ഗവേഷണം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും നിലനിൽപ്പിന് അനുകൂലമായിട്ടുള്ള ജോലി ആയതുകൊണ്ട് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. മറ്റ് ചില വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ദൈനംദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് മാറിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം. പക്ഷേ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെ ഒരു പുതിയൊരു ജോലിക്കാരനായിട്ട് വരുമ്പോൾ ഒരാശങ്ക വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള രാജ്യത്തിൽ തന്നെ തുടരുവാൻ തീരുമാനിക്കും. അത് ജീവിത പങ്കാളിക്ക് കൂടി ജോലി കിട്ടുക, അതിന് തക്കവണ്ണം ഒരു വർഷത്തെ പാഠ്യപദ്ധതിക്ക് ചേർക്കുക എന്നതിനു വേണ്ടി തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ആദർശങ്ങളൊക്കെ നല്ലതാണെങ്കിൽ പോലും സ്വന്തം ജീവിതാനുഭവങ്ങളെ വിലയിരുത്തി അതിനുവേണ്ടി ക്രമീകരിക്കാൻ തക്കവണ്ണം ചില കാര്യങ്ങളിൽ സഹിഷ്ണുതയും ക്ഷമയും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട ദൂരയാത്രകൾ വേണ്ടിവരും. റോഡ് വികസനം വന്നു ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഭൂമി വിൽപ്പന നിർത്തിവെക്കുവാനിടവരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അവസരങ്ങൾ വന്നു ചേരും. വർഷങ്ങളായിട്ട് അന്യദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ഇനി ജന്മനാട്ടിലേക്ക് 3-4 വർഷത്തിൻ്റെ ഉള്ളിൽ സ്ഥിരതാമസമാക്കുവാനുള്ളൊരു സാഹചര്യങ്ങൾ വിലയിരുത്തി ഒരുപക്ഷെ പൂർവികമായിട്ടുള്ള സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ തീരുമാനിക്കും. പക്ഷേ ജീവിത പങ്കാളിക്ക് അതല്ല ഇഷ്ടമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുന്നതിനെപ്പറ്റി ആലോചിക്കുവാനും ഭൂമി അന്വേഷണത്തിൽ തൃപ്തികരമായിട്ട് ഭൂമി കണ്ടെത്തുവാനും ഇടയുണ്ട്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കും. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനിടയുണ്ട്. ജോലിയോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യുവാനും അവസരമുണ്ടാകും. എന്നാൽ വികസ്വര രാജ്യത്തിലേക്ക് ഉപരിപഠനത്തിന് ഉദ്ദേശിക്കുന്ന പല വിദ്യാർത്ഥികൾക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭാവിയിലേക്ക് സ്റ്റേ ബാക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ ഇനിയുള്ള ഫീസ് അടയ്ക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാൻ പോലും സാധ്യതയുണ്ട്. അതിനുശേഷം ഭാരതത്തിൽ തന്നെ ഉപരിപഠനത്തിന് നല്ല യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനത്തിന് ചേരുവാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. സ്വന്തം അനുഭവത്തിൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടം കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
ഒരുപക്ഷെ ജോലിയോടൊപ്പം ലാഭശതമാന വ്യവസ്ഥകളൊക്കെ തുടക്കം കുറിക്കാനിടവരും. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കാനിടവരും. പ്രവർത്തന സന്നദ്ധത വിലയിരുത്തി പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗമുണ്ട്. അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിൽ വന്നു പോകുവാൻ തീരുമാനിക്കും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം സംഭവിക്കുവാനിടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഊഹാപോഹങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കാതെ പ്രവർത്തിക്കരുത്. മാതാപിതാക്കളുടെ ദേഹപരമായിട്ടുള്ള സ്വാസ്ഥ്യങ്ങൾ, പ്രായാധിക്യം എന്നിവ വിലയിരുത്തി ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാൻ തീരുമാനിക്കും. പുതിയ സുഹൃത്ത് ബന്ധം ഉടലെടുക്കുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് അഥവാ ശ്രദ്ധിക്കേണ്ടതാണ്. നീതിയുക്തമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായുള്ള പരിഷ്കാരങ്ങളും പ്രാദേശികമായിട്ട് ആവശ്യകതകളും മനസ്സിലാക്കി ക്രമീകരിക്കുന്നത് ഗുണകരമായി തീരുവാനും ലക്ഷ്യപ്രാപ്തി നേടുവാനും ഉപകരിക്കും. മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനിടവരും. അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങൾ പരിഗണിക്കപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ മറ്റൊരു ഉയർന്ന തസ്തികയോടുകൂടിയതായിട്ടുള്ള ജോലിയുടെ അവസരങ്ങൾ വന്നു ചേരുന്നത് സർവാത്മന സ്വീകരിക്കുവാനും, പണ്ടുണ്ടായിരുന്ന ജോലിക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും പ്രസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ളൊരവസരത്തെ സ്വീകരിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. സങ്കീർണമായുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിവും പ്രാപ്തിയും അവസരങ്ങളും ഉണ്ടാകും. സ്വപ്ന സാക്ഷാത്കാരത്താൽ മാനസികമായിട്ട് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കാൻ തീരുമാനിക്കും. അതിലുപരി ദുശീലങ്ങൾ ഉപേക്ഷിക്കണം എന്ന നിബന്ധന പോലും അവലംബിക്കുവാൻ ഇടയുണ്ട്. ഒരു പക്ഷേ ഇത് കുടുംബാംഗങ്ങളുടെ നിർബന്ധവും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടുകൂടി ലഭിക്കുവാനിടവരും. വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ തക്കവണ്ണം ചില മേഖലകളിലെല്ലാം തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. നിലവിലുള്ള പാഠ്യപദ്ധതിക്ക് പ്രതീക്ഷിച്ച പോലെ ഉദ്യോഗ സാധ്യതകൾ വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുബന്ധമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരത്തെ പോലും സ്വീകരിക്കുന്നത് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വളരെ നല്ലതാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ പരിമിതികൾക്കനുസരിച്ച് പ്രവർത്തിക്കുവാനും ഇനി മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവും വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും ഒരുപക്ഷെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാൽ പോലും ക്ഷമയോടുകൂടി എല്ലാം സ്വീകരിക്കാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. മോഹന വാഗ്ദാനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്ന പക്ഷം ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്നതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് ആത്മവിശ്വാസക്കുറവിനാലും പണം മുതൽ മുടക്കിയാൽ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പല ജോലിക്കാരെയും പിരിച്ചുവിടേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഏത് പ്രകാരത്തിലും സുഹൃത്തുക്കളോട് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അതായത് സുഹൃത്തെ ഏറ്റെടുക്കുന്നതിൻ്റെ കരാർ ജോലികളുടെ ഉപവിഭാഗം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നേരാവണ്ണം പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ ചില ജോലിക്കാരൊക്കെ തന്നെ
പുനർനിയമിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. സമാന ചിന്താഗതിയിലുള്ളവരുമായി സംസർഗത്തിൽ ഏർപ്പെടുന്നത് വഴി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാനിടവരും. ആത്മീയ ചിന്തകൾ വർദ്ധിക്കുന്നത് വഴി ജൂലൈ ഓഗസ്റ്റ് മാസകാലങ്ങളിൽ പുണ്യതീർത്ഥ വിനോദയാത്രകൾക്ക് അവസരങ്ങളുണ്ടാവും. ഭൂമി വിൽപ്പനയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വ്യവസായ സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഒരു പക്ഷേ സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരവസരം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, സാധ്യതകൾ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ഉത്സാഹത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു പക്ഷേ സ്വന്തം നിലയിലായിരിക്കുകയില്ല നേട്ടമുണ്ടാവുക, മറ്റുള്ളവർക്ക് അത് ഗുണകരമായി തീരും. ഒരു പക്ഷേ അത് ആശ്വാസം തന്നെയാണ്, സമാധാനം തന്നെയാണ്, എല്ലാവർക്കും നേട്ടമുണ്ടാവുക എന്ന തൃപ്തിയോടുകൂടിയതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുവാൻ സാധ്യത കാണുന്നു. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് പണം മുതൽ മുടക്കുന്നതിൻ്റെ നേട്ടം വളരെ കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലം പിന്മാറുവാൻ ഇടയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കണം. മാതാപിതാക്കൾക്ക് ചെറിയ രീതിയിൽ വാഹന അപകടം ഉണ്ടാകുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വസ്തുതർക്കം പരിഹരിക്കാൻ തക്കവണ്ണം വിട്ടുവീഴ്ച മനോഭാവത്തിന് സ്വീകരിക്കാനിടയുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ജോലിക്കാരെ പിരിച്ചുവിടുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചും കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് വളരെ ഗുണകരമായി തീരും. ഉപരിപഠനം പൂർത്തീകരിച്ചതിൻ്റെ തത്തുല്യമായിട്ടുള്ളൊരു ജോലി ലഭിക്കാത്തതിനാൽ വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിലേക്ക് തിരിച്ചു വരേണ്ടതായ സാഹചര്യങ്ങൾ പല വിദ്യാർത്ഥികൾക്കും വന്നു ചേരും. മറ്റു ചിലർക്ക് സെപ്റ്റംബറിലാണ് പാഠ്യപദ്ധതിക്ക് തീരുക. എന്നിരുന്നാലും ജോലി സാധ്യതകൾ വളരെ വിരളമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലർക്കും സ്ഥിരം താമസത്തിനുള്ള അനുമതികൾക്ക് അപേക്ഷകൾ നൽകിയിരുന്നു. എങ്കിലും 1-2 പ്രാവശ്യം നിരസിക്കപ്പെട്ടതിനാൽ ഒരു പക്ഷേ വളരെയധികം മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റിപ്പാർപ്പിക്കുവാൻ ഇടവരും. പാരമ്പര്യ വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ മറന്നു പോകുവാനിടയുള്ളത് കൊണ്ട് എല്ലാം എഴുതി വച്ച് ചെയ്യേണ്ടതാണ്. വിദ്യയും വിജ്ഞാനവും പ്രവർത്തന തലങ്ങളിൽ അവലംബിക്കുന്നത് വഴി മാനസികമായിട്ടുള്ള വ്യഥകളെല്ലാം അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. സഹപ്രവർത്തകരുടെ സഹകരണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരുപക്ഷെ ജൂൺ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല പദ്ധതികളും ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ മാത്രമേ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. തൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളോ ഒന്നും അല്ല, സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി വരുന്നതായതുകൊണ്ടും അവരുടേതായിട്ടുള്ള പല സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെ കൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കാര്യങ്ങളെല്ലാം തന്നെ മേലധികാരികളെയും ഉടമസ്ഥരെയും രേഖാപരമായിട്ട് തന്നെ സമർപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ചെയ്യാത്ത കുറ്റത്തിന് പോലും ഭാവിയിലേക്ക് അപരാധം കേൾക്കുവാൻ ഇടവരും. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. ഇനി ഒരു വർഷത്തേക്ക് ഒരുപക്ഷെ ദമ്പതികൾക്ക് 2 സ്ഥലത്ത് ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജോലി വന്നു ചേരുവാനിടയുണ്ട്. അതല്ല ഒരുമിച്ച് താമസിക്കുകയാണ് വേണ്ടത് എങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കുവാനും എന്നിട്ട് ലഭിച്ച ജോലി സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ഇടയുണ്ട്. വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും
യുക്തിപൂർവ്വം പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വ്യവസ്ഥകൾ പാലിക്കാൻ സാധിക്കാത്തതുവഴി ഉദ്യോഗം നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നീതിയുക്തമായിട്ടുള്ള സമീപനമാണെങ്കിൽ പോലും പ്രായോഗികമല്ലാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടപ്പെടുവാൻ സാധ്യത കാണുന്നു. സുരക്ഷാ നടപടികളെല്ലാം സുവ്യക്തമാക്കുവാൻ്റെ ഭാഗമായിട്ട് സുരക്ഷാ നടപടികൾ സുവ്യക്തമാക്കുന്നതിൻ്റെയും അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അധിക ചെലവ് അനുഭവപ്പെടുവാനിട വരും. ഒരു പക്ഷേ 1-2 മാസം സാമ്പത്തികമായിട്ടുള്ള ആവശ്യത്തിന് കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടുവാനിട വരും. എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുകയും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾ സ്വന്തം നിലയിലും കുടുംബാംഗങ്ങൾക്കും അതിൻ്റെ ഒരു നേട്ടമുണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം ജൂൺ മാസത്തിൽ മാത്രമല്ല ഇനി ഒരു വർഷങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടാകുവാൻ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.